delivery. Beautiful shot in the air, and this will carry all the way. What a way to get off the mark. Lovely shot. സജീവേട്ടാ, ഞാൻ ഡിസ്ചാർജ് ആവാണ് കേട്ടോ. പെയിനുണ്ടോ? 2 ആഴ്ചയായില്ലേ. സജീവേട്ടൻ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ദാസേട്ടൻ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അത് പിന്നെ ബിജിമോൾക്ക് റെസ്റ്റ് വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞിരിക്കും. ഒന്നും വേണ്ട സജീവേട്ട. എനിക്ക് സജീവേട്ടനെ ഞാൻ തന്നെ നോക്കിയാലേ എന്തോ ഒരു സമാധാനമാവുള്ളൂ. സുനിത ചേച്ചി അടുത്തും ദാസേട്ടൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നീ എനിക്ക് വേണ്ടി കുറേ വേദന സഹിച്ചില്ലേ. സ്നേഹിച്ചു തുടങ്ങിയ അന്ന് മുതൽ സജീവേട്ടൻ എൻ്റെ ജീവൻ്റെ പാതിയാണ്. ആ പാതിയാണ് ഞാൻ തന്നത്. അത് കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പോട്ടെ സിസ്റ്റർ. കാത്തു സൂക്ഷിക്കണം. ആഹാ, ബിജിമോള് ജോലിക്കൊന്നും പോയി തുടങ്ങിയില്ലല്ലേ? സജീവൻ ഇപ്പം എങ്ങനെയുണ്ട്? ബിജിമോക്ക് സുഖമില്ലാത്തല്ലേ? ഇമ്മാതിരി കട്ടിയുള്ള പണിയൊക്കെ ചെയ്യാൻ പറ്റുമോ? ബിജി, ഈ വൃക്ക പോയാൽ പിന്നെ കുട്ടികളുണ്ടാവോ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. അല്ല, ചേച്ചിക്ക് എന്തൊക്കെ അറിയണം? ഓ, എന്താ സാവിത്രി, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞോ? ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞുമോളുടെയും വിജയുടെയും നല്ല മനസ്സിനെ കുറിച്ചല്ലേ നാട്ടിൽ മുഴുവൻ സംസാരം. എന്തായാലും ഒരു ജീവനല്ലേ രക്ഷിച്ചേ? അതെ അതെ, ജീവൻ രക്ഷിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ പോറ്റേണ്ടത് ഇവളുടെ ഉത്തരവാദിത്വമാണ്. അതെന്നാ വർത്താനാ കുഞ്ഞോളെ പറയുന്നേ? സജീവന്റെ അസുഖം മാറിയാ പിന്നെ ബിജിമോളെ പൊന്നുപോലെ നോക്കത്തില്ലേ? ഇനി എവിടെ നിന്നിട്ട് നോക്കാനാ? ഇങ്ങനെയുള്ളവരൊക്കെ ജോലിക്ക് തിരിച്ചെടുക്കുമെന്ന് ആർക്കറിയാം? ഇനി എടുത്താൽ തന്നെ കണ്ടക്ടറായിട്ട് എന്തേലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരിന്റെ കനിവ് കൊണ്ട് താഴെ കിടക്കുന്ന എന്തെങ്കിലും കിട്ടിയാ കിട്ടി. അപ്പൊ നേരത്തെ കിട്ടിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ലെന്നാണോ പറയുന്നത്? എന്നിട്ട് ബിജി അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ? ഇങ്ങനെയുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ പരിസരത്തോട്ട് വന്നേക്കരുത്. ആഹാ, അപ്പൊ സാവിത്രി ഇത് ചോദിച്ചില്ലാണോ തെറ്റ്? ചോദിക്കാനുള്ളത് ചോദിച്ചല്ലേ പറ്റൂ. ചോദ്യം ഉത്തരമൊക്കെ നിങ്ങൾ തമ്മിൽ അയക്കോ, എന്നോട് വേണ്ട. അതെ, എന്തിനാ ചിരിക്കുന്നത്? കേട്ടല്ലോ ഓരോ അവളുമാരുടെ മുന വെച്ചിട്ടുള്ള വർത്താനം. ഒരു വിശേഷം അന്വേഷിക്കാൻ വന്നേക്കുന്നു. അവരാദ്യം അവരുടെ മോളുടെ ജീവിതം നന്നാക്കാൻ നോക്കട്ടെ. അതപ്പുറത്ത് ആ മഞ്ജുവിൻ്റെ തള്ളയാണ്. സജീവട്ട പെണ്ണ് കണ്ടു പോയ അന്ന് തന്നെ അവളൊരു ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഒരു സർക്കാർ ജോലിക്കാരൻ്റെ മരുമോനായി കിട്ടാത്തതിൻ്റെ ചൊറിച്ചിലാണ് തള്ളയ്ക്ക്. അതെ, സജീവട്ടം വിചാരിക്കണുണ്ടാവും അന്ന് ആ കല്യാണം നടക്കാതിരിക്കാൻ പാരവെച്ചത് ഞാനാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇടയ്ക്ക് സജീവേട്ടൻ ചെറുതായിട്ട് എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കണ പോലെ തോന്നും. ഞാനതൊക്കെ എന്നേ മറന്നതാണ്. എനിക്ക് അന്നും നിന്നെ ഇഷ്ടം. പിന്നെ ഒരു കണക്കിന് നന്നായില്ലേ, ഞാൻ കെട്ടണമെന്നാണ് പിന്നെ ഓടിപ്പോയിരുന്നെങ്കിലോ ചമ്മി പോയെന്നെ. പിന്നെ ശമ്പളം കുറച്ച് കുറഞ്ഞാലും ജോലി പോലും നമ്മളടുത്തൊന്ന് പറഞ്ഞേക്ക്. എനിക്കതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം ചെക്ക് പഴിഞ്ഞ് വരുമ്പേ എന്നെ ഒന്ന് ദാസറിൻ്റെ ഇവിടെ ആക്കിയാൽ മതി. എത്രയെന്ന് വെച്ചാൽ നീ കഷ്ടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്ര നാൾ സജീവേട്ടനെ നോക്കാമെങ്കിലേ ഇനി എനിക്ക് അങ്ങോട്ട് നോക്കാനറിയാം. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് കണ്ടൊക്കെ പറയിപ്പിക്കാൻ. നീ എന്താണ് ഈ പറയണ? എനിക്കൊരു പുതിയ ജീവൻ തന്നെ നീയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. സജീവേട്ട ഇഷ്ടമുള്ളല്ലോ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത് എനിക്ക് മതിയേ. ഇപ്പതേ അമ്മ വരെ എൻ്റെ ശത്രുവായി. എന്തെങ്കിലും ചെയ്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിനക്കൊരു സഹായമാവല്ലോ എന്ന് കരുതിയാ ഞാൻ. എൻ്റെ പൊന്ന് സജീവേട്ട, എനിക്ക് ആരുടെ സഹായവും വേണ്ട. ഞാൻ ആരെ അങ്ങോട്ട് സഹായിക്കാനും പോണില്ല. ആരുടെ മെസ്സേജാ അത്? കൂടെ വർക്കുന്ന ഒരു കണ്ടക്ടറിന്റെ. എന്താ കണ്ടക്ടറിന് പേരില്ലേ? ചന്ദ്രികൻ തോന്നുന്നു. അവർ സ്ഥലം മാറിപ്പോയിട്ട് കുറെ നാളായല്ലോ.
അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കളിക്കാൻ നേരിട്ട് വിളിച്ചൂടെ? വിളിച്ചാൽ കുഴപ്പമെന്താ? ചിലപ്പോൾ ഒരു ഡ്യൂട്ടിയിലായിരിക്കും. വെറുതെ ഇരിക്കല്ലേ, ചാറ്റ് ചെയ്ത് കളിക്കും. ആ നടക്കട്ടെ. നാട്ടുകാരുടെ നിന്ന് മുഴുവൻ കടവും മേടിച്ച് ആശുപത്രി ബില്ലും അടച്ച് കിഡ്നി കൊടുത്തത് എൻ്റെ മോളോ. പെങ്ങളും ആളിയനെ എന്തോ നക്കാപ്പിച്ച തന്നിട്ട് അവരവരുടെ വഴിക്കും പോയി. കഷ്ടപ്പാട് മുഴുവൻ എനിക്കും എൻ്റെ മോക്കും. അല്ല, 3 നേരം ഇവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. ആ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എന്തായിന്ന് ഒന്ന് പോയി അന്വേഷിച്ചൂടെ? നീ എവിടെ ഇരിക്ക് കുഞ്ഞുമോളെ. പോരെടുക്കാൻ നിധി നിന്റെ മരുമകളല്ല, മരുമകനാണ്. അവൻ അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ കാര്യ, അതിന് അതിൻ്റെതായ സമയമെടുക്കും. നിങ്ങൾ ആണുങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണം ഉണ്ടല്ലോ. 20 വർഷം പട്ടാളത്തിൽ പോത്തിന് മേയ്ക്കാൻ പോയതല്ല, കുറെ ലോകം കണ്ടവനാ ഞാൻ. നിന്റെ പോസ്റ്റ് ഓഫീസിലെ ചിട്ടിപ്പിരിവ് പോലെ ഇല്ലിത്. ഇതൊക്കെ അറിയണമെങ്കിൽ വിവരം വേണം. തന്റെ വിവരവും വിവരക്കേടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ പട്ടാളത്തിന് വരാൻ നേരത്ത് ചെറിയൊരു കുഴിബോംബ് കൊണ്ടുവരുന്നില്ലേ? ബോംബാ? അല്ല, ഇവക്കൊക്കെ മിസൈൽ തന്നെ വേണം, മിസൈല്. നീ അടുക്കളയിലൊന്നും അറിയാതെ പോലും പോണ്ടോ. അതെന്താ? എന്റെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഭാര്യ വീട്ടിൽ മരുമകൻ മരിച്ചെന്ന വാർത്ത കേട്ടാലേ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് അതിന്റെ നാണക്കേട്. നീ ആയിട്ട് ചരിത്രം തിരുത്തി കുറിക്കണ്ട. ഗുളിക കഴിച്ചോന്ന്? കുഞ്ഞോളെ, രാവിലെ കഴിക്കാൻ എന്താ ഉള്ളത്? മിസൈൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. കളിക്ക്. അടിപൊളി അടിപൊളി, കളിക്ക്. എങ്ങോട്ടാ? ഇല്ല നോക്കി നോക്കി പോരാട്ടോ. ഒഴിച്ചോട്ടെ. ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലടാ. നിന്നെ ഇങ്ങനെ കാണുന്നതിന് ഒരു സന്തോഷമല്ലടാ. എനിക്ക് ഒഴിക്കണ്ടട്ടാ. അയ്യടാ, അനക്ക് കിട്ടിയത് തന്നെ. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. നിന്റെ വിജിമോളെ തൊഴണം. ലോകത്തെ എത്ര ഭാര്യമാര് ഇത് പറയും. നീ ഭാഗ്യവാനടാ. എന്തെങ്കിലും തൊടാണ്ടായിരുന്നെ കൊള്ളായിരുന്നല്ലേ. ഞാൻ എടുത്തിട്ട് വരാം. ബിജിമോക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മരുന്ന് മുടക്കാൻ പാടില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് സജീവേട്ടന് ജോലിക്ക് കയറാൻ പറ്റുമായിരിക്കും. സജീവേട്ടൻ കൃത്യമായിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചാൽ ചെറിയ ജോലിയായിട്ടാണെങ്കിലും KSRTCയിൽ തിരിച്ചു കയറാം. അതൊക്കെ ശരിയാവും. ബിജി ഉണ്ടല്ലോ കൂടെ. എല്ലാം സെറ്റല്ലേ? ഒരു പ്ലേറ്റ് എടുത്ത് ഇതിപ്പോ എന്നാത്തിനാ? ചെറിയൊരു കളി ഉണ്ടെന്ന്. മൂടി ചോട്ടാ. അമ്മേ അമ്മേ, ദേ നോക്കി ഞങ്ങളുടെ ഡാൻസ് സജിമാമ എടുത്തന്നതാ. സജിമാമിന്റെ ഫോണിൽ കളിച്ചാ മതി. അത് ബിജയന്തിക്ക് കൊടുത്തേ. പോയി കളിച്ചു. ഈ പിള്ളേരുടെ ഒരു കാര്യം. ബിജി പോയി അവരെ വിളിച്ചിട്ടോ. സജീവേട്ടാ സുഖല്ലേ? ഞാൻ സജീവേട്ടനെ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സജീവന്റെ ജീവിതത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്. ഗൾഫിലുള്ള എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം മതിയായിരുന്നു തോന്നുക. ശരി, ഇടയ്ക്കൊക്കെ വിളിക്കണേ സജീവേട്ടാ. ഞാനല്ല ഞാൻ. അത് നീ എന്നോട് പറയരുത്. 15 കോഴിനെ കൊന്നിട്ട് ചോര അറപ്പ് മാറണ്ട ഞാൻ അവിടെ വന്നിക്കണേ. മനസ്സിലായോ? എന്റെ രമേശ, നീ നടക്കണ കാര്യമല്ലോ പറ. ഇത് പിടിച്ചാ നിർത്തുന്നേ. കോഴി കൊണ്ടുപോകാം. നിന്റെ മുന്നിലൂടെ പോകുന്നുണ്ട് ഞാൻ പോകുന്നു.
തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് കേട്ടോ സജീവേട്ടന് കയ്യിലാരാ ഗ്ലാസ് കൊടുത്ത? അത് ഞാനെ ബിജു മോളെ എന്ത് കുടിക്കു വെച്ചാവോ എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്തോ. തന്റെ ഉള്ളിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് മറക്കരുത്. ഇതാണോ കാര്യം? ഞാൻ കുടിച്ചിട്ടില്ല. നീ എന്തറിഞ്ഞിട്ട് സംസാരിക്കണ? നീ ഇപ്പൊ കാണിച്ചിട്ടുണ്ടല്ലോ, മഹാമോശമായി പോയി. നീ എന്താടി കാണിച്ചേ? എന്റെ ഭർത്താവിനെ തല്ലാൻ നിനക്ക് എന്താ അവകാശം? ഇയാളെ ഇത് തെണ്ടിത്തരത്തിന് തന്നെയാണ് അയാൾക്ക് കൊടുത്തത്. എന്റെ അവയവം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. വെറുതെ ഒന്നും അല്ല, കഷ്ടപ്പെട്ട് നല്ല വേദന സഹിച്ചിട്ട് തന്നെയാ കൊടുത്തത്. നീ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിന്റെ മോന്തയ്ക്കല്ല തീർക്കേണ്ടത്. ആഹാ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെ ഇവിടെ ഞാൻ പോവാൻ സമ്മതിക്കില്ല. നീ നടങ്ങ് പറഞ്ഞേക്ക്. തനിക്ക് നാണം ഉണ്ടോടോ ഒരു പെണ്ണിന്റെ നടിയും മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ? ഞാൻ ഓൾറെഡി ക്ഷമിച്ചു, കാരണം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, സത്യം. നിങ്ങൾ ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. തിരിച്ചടിക്കടോ. തനിക്കെന്നെ തല്ലണോ? തല്ലടോ, തല്ല. കൈയെടുക്ക, കൈയെടു. താൻ എന്ത് പിണ്ണാക്കാനാണോ? നീ നാട്ടിക്കല്ലേ, ഇവിടെ അയൽക്കാർ മുഴുവൻ കാണാന്ന്. താൻ എന്തിനാണോ ഇനി ഇവിടെ നിൽക്കുന്നേ? ഇവിടെ ഒന്നേ മാറമേ. നീ എന്തിനാ ചേട്ടൻ തല്ലിയ? എത്ര നാളെ നിന്നെ സഹിക്കണ? നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, നിന്നോട് കുറച്ച് ഇഷ്ടമായി പോയി, അതുകൂടെ നിന്നെ സഹിക്കണ. തന്നെ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാണോ? എന്ത് വന്നാലും കുപ്പി മേടിച്ച് ആഘോഷിക്കലും ഇത് തന്നെയാണല്ലോ പതിവ്. ഞാൻ തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തടോ, എന്തെല്ലാം കഷ്ടപ്പെട്ട്, എന്തെല്ലാം അനുഭവിച്ച്, എന്നിട്ട് ഒരു നന്ദിയില്ല. എന്നിട്ട് കണ്ടവളുമാരുമായിട്ട് ചാറ്റിങ്. ജിമോളെ, അവൻ കുടിച്ചിട്ടില്ല സത്യതി. താനാരാ? തന്നെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. നീ എന്താ വിളിച്ച? മാപ്പുറിയടി. മാപ്പ ഞാനോ? ഇങ്ങേരോടാ? ആരോട് എന്ത് പറയണം, എങ്ങനെ ബഹുമാനിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ കൂടുതലും പഠിപ്പിക്കാൻ നിൽക്കണ്ട. കുറെ നാളെ ഞാൻ സഹിക്കണം. താനെന്നെ ഇത്ര നാളെ സഹിക്കുമായിരുന്നല്ലേ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്താ സജീവ ഇത്? നീ എന്താ ഈ കാണിച്ചേ? ബിജി നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. ബിജി വിട്ട് വിട്. സജീവിട്ട് പോവല്ലേന്ന് പറ. നീ പോയില്ലെന്ന് പറ. പോട്ടെ ദോസേട്ടാ, സ്നേഹത്തിന്റെയും കടപ്പാടിന്റെ ഇടയ്ക്കടുത്ത് ഞാൻ ചാവാറായി. ഇനി വയ്യ.